ദൈവമേ, ഞാൻ എന്തീ കാണുന്നേ? തനു വായും പൊളിച്ച് നോക്കി നിന്നു. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെ അവസാനിക്കുമെന്ന്. തേജു പറഞ്ഞു. ഡി, എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു. നിന്റെ ഇച്ഛായ മാത്രം വെറുതെ നിൽക്കുന്നില്ലോടി. പോയൊരു കമ്പനി കൊടുക്ക്. തേജു പൂജയെ നോക്കി കളിയാക്കി. പൂജ അതിനൊന്നും മറുപടി കൊടുക്കാതെ ഡേവിഡിനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഇടയ്ക്ക് പിള്ളേരിലാരോ അവർ വന്ന് കെട്ടിപ്പിടിച്ചപ്പോഴാണ് അവൻ അവൾ നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞത്. പെട്ടെന്ന് അവൾ തൂണിന് പുറകെ ഒളിഞ്ഞിരുന്നു. പക്ഷേ അവനത് ശ്രദ്ധിച്ചില്ല. അന്ന് രാത്രി ബോയ്സ് ഹോസ്റ്റൽ മുഴുവൻ ഇതിന്റെ ആഘോഷമായിരുന്നു. അന്ന് ആദ്യമായി അവർ 2 ഡിപ്പാർട്ട്മെന്റും കൂടി ഒന്നിച്ചിരുന്ന് വെള്ളമടിച്ചു. പിറ്റേന്ന് രാവിലെ ശരത്തും മെൽവിനും വിക്കിയും കോളേജിലേക്ക് ഗേറ്റ് കടന്നു വന്നപ്പോൾ തന്നെ എല്ലാവരും അവരെ ആരാധനയോടെ നോക്കി. പെൺകുട്ടികളുടെ കണ്ണിലൊക്കെ അവരോടുള്ള പ്രണയം നിറഞ്ഞു പൊങ്ങി. ശരത്ത്, ഡാ, ഇവരൊക്കെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ നോക്കുന്നത്? മെൽവിൻ, അളിയാ, ഇന്നത്തെ ഹാങ് ഓവറാടാ. വിക്കി, ഡാ, എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ മുമ്പിൽ കോളേജിൽ അപ്കമിങ് ഹീറോസാ. അതുകൊണ്ട് നടത്തത്തിലും പെരുമാറ്റത്തിലൊക്കെ കുറച്ച് ഗൗരവം വരുത്തിക്കോ. ശരി ശരി, ബാക്കി 2 പേരും ഒന്നിച്ച് പറഞ്ഞു. അതിനുശേഷം അവർ ഷർട്ടിന്റെ കൈയൊക്കെ മടക്കി മുകളിലാക്കി. ആദ്യത്തെ 2 ബട്ടൺസൊക്കെ അഴിച്ച് നെഞ്ചി വിരിച്ച് സൽമാൻ ഖാനെ പോലെ 3 കൂടി കോളേജിന്റെ വരാന്തയിലൂടെ നടന്നു. അന്ന് രാവിലെ നേരത്തെ വന്ന് റേഡിയോ റൂമിൽ ഇന്ദ്രന് വേണ്ടി കാത്തിരിക്കാനും തനു. അവൻ റൂമിൽ കയറിയതും അവളെ കണ്ടത് ഞെട്ടി. പെണ്ണ് എന്തോ ഇൻവെസ്റ്റിഗേഷന് വന്ന പോലെ ഇരുത്തം. അവളെ കണ്ട് അവൻ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന കുറവുണ്ട്, അവൻ തലയിലും തടവിക്കൊണ്ട് പറഞ്ഞു. ആക്ച്വലി നിങ്ങൾ വർഷത്തിന് തമ്മിൽ പ്രശ്നം എന്താ? അവൾ വേഗം എണീറ്റ് അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഓ അതോ, അതിനാണോ നീ ഇത്രയ്ക്ക് മുഖം കൊട്ട കണക്ക് വെച്ചുകൊണ്ടിരിക്കുന്നേ? അവൻ അവളുടെ കവിളിൽ പിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ വീട്, ആദ്യം കാര്യം പറ, ഇല്ലെങ്കിൽ എന്റെ തല പൊട്ടിപ്പോവും. പറയാം. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ കൂട്ടുകാരൻ. ഞങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതലേ 2 പേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. നീ കരുതുന്ന പോലെ സ്നേഹം വാരിക്കൊരു കൊടുക്കുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ല. മറിച്ച് മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലും ഫുൾ ടൈം പരസ്പരം പാരമണിഞ്ഞും വഴക്കിട്ടും തല്ലുകൂടിയും വളർന്നവരായിരുന്നു ഞങ്ങൾ. പിന്നീട് ആ വഴക്ക് അസൂയയിലേക്ക് മാറി. എങ്ങനെ? ഞാൻ ചെറുപ്പം മുതലേ നന്നായിട്ട് പഠിക്കുമായിരുന്നു. എന്നാൽ ഹർഷ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എത്ര പഠിപ്പിച്ചു കൊടുത്താലും അവൻ്റെ മണ്ട കയറില്ല. അവൻ്റെ ലക്ഷ്യം മുഴുവൻ ക്രിക്കറ്റിലേക്കായിരുന്നു. ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് തന്നെ വീട്ടുകാർ അവനെ താഴ്ത്തി പറയും. അത് പിന്നീട് അവൻ എൻ്റെ മേലുള്ള ദേഷ്യമായി മാറി. അവൻ പെട്ടെന്ന് തന്നെ എല്ലാവരോടും കൂട്ടാവും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ അവൻ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. സ്കൂൾ കഴിഞ്ഞ് വന്നാൽ അവൻ കളിക്കാൻ പോകും. എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ പെട്ടെന്ന് ആരോടും കൂട്ടാവില്ല. ഇതിൻ്റെ കാരണം പറഞ്ഞ് അമ്മ അവനുമായിട്ട് എന്നെ താരതമ്യപ്പെടുത്തി താഴ്ത്തി പറയും. പിന്നീട് ഇത് എനിക്ക് അവനോടുള്ള ദേഷ്യമായി മാറി. അങ്ങനെ 2 പേരുടെയും ദേഷ്യം പിന്നീട് തല്ലുവടിയിലേക്ക് മാറി ശത്രുതയായി. പക്ഷേ എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവൻ ഓടി വരും. അതുപോലെ തന്നെ ഞാനും. എന്നാൽ എൻ്റെ അനിയത്തി ഉണ്ടല്ലോ. അനിയത്തിക്ക് എന്താ? എൻ്റെ അനിയത്തി ശ്രേയ, അതായത് അവൻ്റെ മുറപ്പെണ്ണ്. വീട്ടുകാർ ചെറുപ്പത്തിൽ അവരുടെ കല്യാണം തീരുമാനിച്ചതാ. എന്നാൽ അങ്ങനെ ഒരു ഇഷ്ടം അവർക്കിടയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അവളെപ്പോഴും അവനെ സ്വന്തം ഏട്ടനെ പോലെ തന്നെ കണ്ടിട്ടുള്ളത്. തിരിച്ചവരും. സത്യം പറഞ്ഞാൽ അവൾക്ക് എന്നെക്കാളും ഇഷ്ടം അവനെയാ. അതാ എനിക്ക് അവനോട് ദേഷ്യം കൂടാൻ കാരണം. അപ്പൊ നിങ്ങൾ കസിനാണോ? അതെ, എൻ്റെ അമ്മായിയുടെ മോനവൻ. അതായത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ ഒരേ ഒരു പുന്നാര മോൻ. ദുഷ്ട, എന്നിട്ട് എന്തേ എന്നോട് ഇത്ര നാളത് പറഞ്ഞില്ല? അതിന് പറയേണ്ട ഒരു സാഹചര്യം കിട്ടിയാലേ പറയൂ. അപ്പൊ ജോളി, കല്യാണം കഴിഞ്ഞാൽ എനിക്കും തേജുവിനും പിരിഞ്ഞിരിക്കേണ്ടി വരില്ലല്ലോ. തേജു? അപ്പൊ കാര്യം എന്ന് പറഞ്ഞില്ലേ, ഇന്നലെ ഹർഷേട്ടൻ അവളോട് ഇഷ്ടം തുറന്നു പറഞ്ഞു. അതെയോ? അവൻ അതിനുള്ള ധൈര്യമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഏയ് ഒന്നുമില്ല. എന്നിട്ട് ഇന്നലെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വെള്ളടിച്ചപ്പോഴൊന്നും അവൻ പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് അവന് പറ്റി അമളി മനസ്സിലായത്. അവൻ നാക്ക് കടിച്ച് അവളെ ഒന്ന് പാളി നോക്കി. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി തല്ല റെഡിയായിട്ട് നിൽക്കുകയാണെന്ന്. പിന്നെ ഒന്നും നോക്കില്ല, ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. പിന്നാലെ അവളും. ഈ സമയം രാവിലത്തെ പ്രാക്ടീസിന് വന്നതായിരുന്നു തേജു. ബാസ്കറ്റ്ബോൾ കോർട്ടിൽ പോയപ്പോഴേക്കും അവിടെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഹർഷൻ മാത്രം ഒരു ബോളും കൊണ്ട് ആ ബാസ്കറ്റിൽ എറിഞ്ഞു കളിക്കുന്നു. അവനെ കണ്ടതും തേജുവിന് പെട്ടെന്നൊരു ഐഡിയ തോന്നി. പക്ഷേ അവനവളെ കണ്ടില്ല. ആഹാ, ഇയാൾക്ക് ബാസ്കറ്റ് ബോൾ കളിക്കാനും അറിയോ? എന്തായാലും ഇപ്പോൾ ലവേഴ്സ് ആ സ്ഥിതിക്ക് കുറച്ച് റൊമാൻറ്റിക് ആയാലോ. പിന്നിലൂടെ പോയി കെട്ടിപ്പിടിച്ച് മുഖം തിരിച്ച് ചുണ്ടിലൊരു കിസ് കൊടുത്തിട്ട് ഓടാം. ഇപ്പൊ ഇവിടെ ആരുമില്ലല്ലോ. രാവിലെ തന്നെ അവർക്ക് ലാബായിരുന്നു. എല്ലാവരും അവിടെ ഭയങ്കര പരീക്ഷണത്തിലാണ്. തേജുവിൻ്റെ അടുത്ത് തന്നെ വിക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവനൊന്നും ചെയ്യാൻ അറിയാത്തതുകൊണ്ട് തേജുവിനെ നോക്കിയാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പോഴായിരുന്നു അവൻ അവളുടെ മുഖം നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച്. നീ കോപ്പേ, നിന്റെ മൂക്കിനെന്ത് പറ്റി? ദൈവമേ, ഈ കാലം കണ്ടുപിടിച്ചു. എന്താടി ഇങ്ങനെ ആലോചിക്കുന്നേ? സൈലന്റ് പ്ലീസ്. മിസ്സിന്റെ ഓർഡർ കിട്ടിയതും പിന്നെ കുറെ നേരത്തേക്ക് അവനൊന്നും ചോദിച്ചില്ല. കുറെ നേരം കഴിഞ്ഞ് ടീച്ചർ ശ്രദ്ധിക്കുന്നതിൽ കണ്ടതും അവൻ വീണ്ടും ചോദിച്ചു. നീ തേജു?
അവനവളെ തോണ്ടി വിളിച്ചു. എന്താടാ നിന്റെ മുഖം താടി ഇങ്ങനെ അളിഞ്ഞ തക്കാളി പോലെ ഇരിക്കുന്നേ? അത്രയ്ക്ക് മോശമാണോ? പിന്നില്ലാതെ ആരും ഇടിച്ച പോലെ ഉണ്ടല്ലോ. അവന്റെ ചോദ്യം കേട്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. നിന്റെ കയ്യിലിരിപ്പ് വെച്ച് ആരുടെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതാ ചോദിച്ച് ആരടി ഇതിന്റെ അവകാശി? വേറെ ആര്? ഹർഷേട്ടൻ. ഹർഷേട്ടനോ? ഇങ്ങനെ തരാൻ മാത്രം നീ ആരോട് എന്താ ചെയ്തേ? കുറച്ച് റൊമാൻറ്റിക് ആവാൻ നോക്കിയതാടാ. അത് കേട്ടതും അവൻ അടക്കി ചിരിച്ചു. പറ മോളെ, എന്താ അവിടെ സംഭവിച്ചേ? ഞാൻ രാവിലെ പ്രാക്ടീസിന് വന്നപ്പോൾ ഹർഷേട്ടൻ ഒറ്റയ്ക്ക് ബാസ്കറ്റ് ബോൾ കളിക്കുകയായിരുന്നു. അപ്പോൾ തനിയെ കിട്ടിയ അവസരം ഒന്ന് മുതലാക്കാമെന്ന് പറഞ്ഞ് പോയതാ. അവിടെ പോകുന്നു, ഹർഷേട്ടനെ കെട്ടിപ്പിടിക്കുന്നു, ഒറ്റ കിസ്സും കൊടുത്തിട്ട് ഓടുന്നു. ഇത് കണ്ട് ഹർഷേട്ടൻ പിന്നാലെ ഓടി വന്ന് പിടിക്കുന്നു. തിരിച്ച് അതുപോലെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നു. ആഹാ ദൈവമേ, മിന്നിച്ചേക്കണേ. അവൾക്കത് ആലോചിക്കുമ്പോൾ തന്നെ രോമാഞ്ചം കയറി. മനസ്സിലങ്ങനെ പല സ്വപ്നങ്ങളും കണ്ട് തേജു പമ്മി പമ്മി അവൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും അവൻ തിരിഞ്ഞ് അവൾ നോക്കി. ഛേ, പോയി, മൂട് പോയി. ആ നീ വന്നോ? എന്താ ഇത്ര നേരത്തെ? അവൻ അവളുടെ കയ്യിലേക്ക് ആ ബോൾ എറിഞ്ഞെടുത്തോണ്ട് ചോദിച്ചു. അവളത് അപ്പോൾ തന്നെ ക്യാച്ച് ചെയ്തു. നിങ്ങൾക്ക് ഇത് കളിക്കാനൊക്കെ അറിയോ? എന്താ അറിയാത്തതെന്ന് ചോദിക്കേ. ഓ, വലിയ കളിക്കാരൻ വന്നിരിക്കുന്നു. ഈ ചെറിയ ബോൾ പിടിക്കുന്ന കൈ കൊണ്ട് വലിയ ബോൾ പിടിച്ച് കളിക്കാനൊക്കെ അറിയോ നിങ്ങൾക്ക്? തേജുവും കുറച്ച് ഗൗരവത്തോട് ചോദിച്ചു. അത് കേട്ടതും അവന് ദേഷ്യം വന്നു. എന്നാ വാ, എൻ്റെ കൂടെ കളിക്ക്, എന്നിട്ട് തീരുമാനിക്ക് എനിക്ക് കളിക്കാൻ അറിയോ ഇല്ലയോ എന്ന്. രണ്ടുപേരും കൂടി ബോൾ ഡ്രിപ്പിൾ ചെയ്ത് കളിക്കാൻ തുടങ്ങി. അവൻ ആ ബോളിനെ തട്ടി തട്ടി ആദ്യത്തെ ഗോൾ അടിച്ചു. അത് കണ്ടതും അവൾക്ക് വാശിയായി. അവൾ വന്ന കാര്യം തന്നെ മറന്നു. അതങ്ങനെ ഒരു സാധനം. അവൾ വേഗം തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ബോൾ തട്ടിപ്പറിച്ചുകൊണ്ട് അടുത്ത ഗോൾ അടിച്ചു. അങ്ങനെ 3-4 അവൾ തന്നെ അടിച്ചു. ആ ഞാൻ പറഞ്ഞില്ലേ ഹിറ്റ്ലറെ, എൻ്റെ കൂടെ കളിക്കുന്നൊന്നും നടക്കില്ലെന്ന്. അവൾ അവനെ കളിയാക്കിയതും അവനും ദേഷ്യം വന്നു. പെട്ടെന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ അവളുടെ കയ്യിൽ നിന്ന് ബോൾ പിടിച്ചു വാങ്ങി. അതിങ്ങ് താർഷേട്ടാ, ബോൾ ഇങ്ങനെ പിടിച്ചു വാങ്ങാൻ പറ്റില്ല. അവൾ അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങാൻ ശ്രമിക്കും തോറും അവനത് മാറ്റിക്കൊണ്ടേയിരുന്നു. അവസാനം അവൻ ആ ബോൾ പിടിച്ചു ഉയർത്തിയപ്പോൾ അവൾക്ക് ചാടിയാൽ പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവൾ അവനെ നോക്കി ചുണ്ടുകൂട്ടിയതും അവൻ ആ ബാളിനെ 2 കൈ കൊണ്ട് പിടിച്ച് താഴേക്കാക്കി അവളെ അവനെ നേർക്ക് ചേർത്ത് നിർത്തി അവൻ്റെ കൈക്കുള്ളിലാക്കി. അവളൊന്ന് അർത്ഥം വെച്ച് അവനെ നോക്കിയതും അവൻ അവളുടെ കാതോരത്തേക്ക് മുഖടുപ്പിച്ചു. ഞാൻ കളിക്കുകയും ചെയ്യും, നിന്നെ തോൽപ്പിക്കുകയും ചെയ്യും. നീ എന്ത് ചെയ്യൂടി നത്തോലി? ആ പേര് കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു. അവൾ അപ്പോൾ തന്നെ അവനെ പിടിച്ച് തള്ളി. അവൻ മലർന്നടിച്ച് വീണു. അവൻ്റെ കയ്യിലുള്ള ബോൾ താഴെ വീണ് പൊന്തിയതും അവൾ അതിനെ പിടിച്ച് വീണ്ടും താഴെയിട്ട് ഒരു കാലം അതിൽ ചവിട്ടി കൈകെട്ടി നിന്നു. എന്നെ ഇനി നത്തോലിന്ന് വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാൽ നീ എന്ത് ചെയ്യും? അങ്ങനെ വിളിച്ചാലേ ഈ ബോളിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ തലയായിരിക്കും. ആഹാ, അത്രക്കായോ? അതും പറഞ്ഞുകൊണ്ട് അവൻ അവൾ ചവിട്ടുന്ന ബോളിനെ കാലുകൊണ്ട് തട്ടി മാറ്റിയതും അവളുടെ ബാലൻസ് പോയി നേരെ വന്ന് അവന്റെ മേലേക്ക് വീണു. അവൻ അപ്പോൾ തന്നെ അവിടുന്ന് ഉരുണ്ടു മാറി. അവൾ നിലത്തേക്ക് മൂക്കുമുത്തി വീണു. പ്ലിങ്! അത് കേട്ടതും വിക്കയ്ക്ക് ചിരിയടക്കാൻ പറ്റിയില്ല. അവൻ വായിൽ കർച്ചീഫൊക്കെ തിരികെ പിടിച്ച് ശബ്ദം വെളിയിൽ വരാതിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അണക്കെട്ട് പൊട്ടിയ പോലെ ആ കർച്ചീഫ് അവന്റെ വായിൽ തെറിച്ച് വീഴലും ഒരു വൃത്തികെട്ട ശബ്ദം ആ ലാബ് മുഴുവൻ മുഴങ്ങിക്കേക്കിൽ ഒന്നിച്ചായിരുന്നു. ദേ പ്രശാന്തിന്റെ ബൈക്ക് ഓടുന്ന പോലത്തെ ചിരി. ഇതിനിടയിൽ അവന്റെ കയ്യിലുള്ള ടെസ്റ്റ് ട്യൂബ് താഴെ വീണ് പൊട്ടി. അവന്റെ ചിരിയുടെ ശബ്ദത്തിൽ ആരും ശ്രദ്ധിച്ചില്ല. വിഘ്നേഷ്, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? മിസ്, ഈ തേജു ഇവളാ. ഈ കാർമാണ് എന്തിനാ എന്റെ പേര് പറയുന്നത്? ഗെറ്റ് ഔട്ട് ബോത്ത് ഓഫ് യു. ഓ സമാധാനം, ഇനിയിപ്പം മനസ്സോർന്ന് ചിരിക്കാലോ. രണ്ടും കൂടി വെളിയിലേക്ക് പോയി. അവർ പോണെ നോക്കി ബാക്കി എല്ലാവരും ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചെന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നു. സാധാരണ എല്ലായ്പ്പോഴും വിക്കിയാണ് ടെസ്റ്റ് ട്യൂബ് പൊട്ടിച്ച് ടീച്ചറിന്റെ വായിന്ന് മുഴുവൻ കേൾക്കുന്നത്. ഇത്തവണ സംഭവം പൊട്ടിയെങ്കിലും ഗെറ്റ് ഔട്ട് അടിച്ചുകൊണ്ട് വഴക്കൊഴിവായി. പൂജ അപ്പോഴും തല പോലും പൊക്കാതെ ഒടുക്കത്തെ പരീക്ഷണമാണ്. എന്തോ അനുഭവം ഉണ്ടാക്കാൻ പോണ പോലെ തോന്നും അവളുടെ മുഖഭാവം കണ്ടാൽ. എല്ലാവരെക്കാളും മുമ്പ് ചെയ്തു തീർക്കാൻ വേണ്ടി പാവം നെട്ടോട്ടാണ്. അപ്പോഴായിരുന്നു ലാബിന്റെ മുൻവശത്തുള്ള വരാന്തയിൽ നിന്നും ഡേവിഡും പ്രിൻസിയും കൂടി നിന്ന് എന്തോ സംസാരിക്കുന്നത് കണ്ട്. അത് കണ്ടതും അവൾ അവളുടെ പരീക്ഷണമൊക്കെ മറന്ന് അവനെ തന്നെ നോക്കിയിരുന്നു. ഇതിനിടയിൽ സോൾട്ട് കണ്ടുപിടിക്കാൻ പറ്റാതെ തനുവിന് ഭ്രാന്തായി. അവൾക്കാണെങ്കിലോ എന്ത് ചെയ്തിട്ടും പുക മാത്രമേ കിട്ടുന്നുള്ളൂ. ബാക്കി 2 എനിക്കൊന്നും അറിയില്ലേ രാമനാരായണ എന്ന രീതിയിൽ അടുത്തുള്ളവരുടേക്ക് നോക്കി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അവസാനം പിച്ചക്കാരൻ ലോട്ടറി അടിച്ച പോലെ മെൽവിൻ സാൾട്ട് കണ്ടുപിടിച്ചു. അവനത് റെക്കോർഡിൽ എഴുതി സൈൻ വാങ്ങിയ ശേഷം അവരേക്ക് നോക്കിയൊന്ന് കണ്ണടിച്ച് കാണിച്ച് അവിടുന്ന് പോയി. ശരത്താണെങ്കിലോ എന്ത് ചെയ്തിട്ടും ആ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുക മാത്രം വരുന്നുണ്ട്. അവൻ മാത്രമല്ല, അവിടെയുള്ള സകല പിള്ളേരുടെ അവസ്ഥയും അതുതന്നെ. ഇപ്പൊ ആ ലാബിന്റെ പുറകുവശം നോക്കിയാൽ പണ്ട് നമ്മുടെ സ്കൂളിൽ ഉച്ചയ്ക്ക് മുമ്പുള്ള കഞ്ഞിപ്പുര കണ്ട പോലത്തെ ഒരു ഫീൽ കിട്ടും. അത്രയും മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പിള്ളേര്.
പൂജയാണെങ്കിലോ ഡേവിഡിനെ വായി നോക്കുന്നതിനിടയിൽ കയ്യിൽ കിട്ടിയ എന്തോ സംഭവം എടുത്ത് പൊട്ടാസ്യത്തിൽ കൊണ്ടിട്ടു. അല്ലെങ്കിൽ ഈ പ്രേമിക്കാൻ തുടങ്ങിയ കണ്ണ് കാണില്ലെന്നൊക്കെ പറയില്ലേ, അതുപോലെ കരുതിയാൽ മതി. അത് എടുത്തിട്ട് മാത്രമേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അഗ്നിപർവ്വതം പൊട്ടിയ പോലെ വലിയൊരു പുകച്ചിരുൾ വരുന്നു മാത്രമേ അവർ കണ്ടുള്ളൂ. ദേ നിൽക്കുന്നു കരിഞ്ഞ കോല് പോലെ പൂജ. അവളുടെ മുഖമൊക്കെ കരി നിറഞ്ഞ് കുമ്മാട്ടിക്ക് വേഷം കെട്ടിയ പോലെയായി. അടുത്ത് നിന്ന ശരത്തിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവന് നല്ലപോലെ മേക്ക് ഓവർ കിട്ടിയിട്ടുണ്ട്. അവരെ കണ്ടതും പിന്നെ അവിടെ ഒരു കൂട്ട ചിരിയായിരുന്നു. അപ്പോഴാണ് പൂജയ്ക്ക് പിടികിട്ടിയത് H2SO4 ആണ് അതിൽ കൊണ്ടിട്ടതെന്ന്. പിള്ളേരുടെ കൂട്ടച്ചിരി കേട്ട് വെളിയിൽ നിന്ന് ഡേവിഡും പ്രിൻസ് അകത്തേക്ക് വന്നു. എന്താ എന്താ കാര്യം? പ്രിൻസ് തിരക്കി. അത് കേട്ടതും ഒരു കുട്ടി ഇവർ നിൽക്കുന്ന ഭാഗത്തേക്ക് കൈ ചൂണ്ടി കാണിച്ചു. അത് കണ്ടതും അയാൾ അടക്കി ചിരിക്കാൻ തുടങ്ങി. ഡേവിഡ് ചിരിക്കണോ വേണ്ടയോ എന്ന് ആദ്യം ആലോചിച്ചു നിന്നു. പിന്നെ അവളുടെ മുഖം കണ്ടതും അവനും കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായി. അവനും പൊട്ടിച്ചിരിച്ചു. ആദ്യമായിട്ടാണ് ഡേവിഡ് ഇങ്ങനെ ചിരിക്കുന്ന പിള്ളേരൊക്കെ കാണുന്നത്. എന്തായാലും സാറിന്റെ ഈ മനോഹരമായ ചിരി കാണാൻ അവസരമൊരുക്കി തന്ന പൂജയോട് അവർ മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് സാറിന്റെ ചിരി ആസ്വദിച്ച് നോക്കിക്കൊണ്ട് നിന്നു. പ്രത്യേകിച്ച് പിടക്കോഴികൾ. പൂജ ആകെ നാണം കെട്ട അവസ്ഥയായി. അവൾ അടുത്ത് നിൽക്കുന്ന ആളൊന്ന് പാളി നോക്കിയത് കണ്ടു. അവളെ കൊലവറിൽ നോക്കി നിൽക്കുന്ന ശരത്തിനെ. പാവം, അവൻ എന്ത് പഴച്ചു? ഈ പെണ്ണ് വായി നോക്കി അവസാനം തലക്ക് വെളിവില്ലാതായപ്പോ പണി കിട്ടിയതോ അവന്. ഗോ ആൻഡ് വാഷ് യുവർ ഫേസ്. ടീച്ചർ പറഞ്ഞതും പിന്നെ ഒന്നും ആലോചിച്ചില്ല. രണ്ടും കൂടി വെളിയിലേക്ക് പോയി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. വെളിയിലിറങ്ങിയതും ശരത് പൂജയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളൊന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് പോയി. ദൈവമേ, ഇയാളുടെ മുന്നിൽ നാണം കെടാൻ വേണ്ടി മാത്രം ജനിച്ചതാണ് ഞാൻ. ഒരവസരം, ഒരേ ഒരു അവസരം. ഇയാളുടെ മുഖം ഇതുപോലെ നല്ല ഫേഷ്യൽ ചെയ്ത് കാണാനുള്ള ഭാഗ്യം എനിക്ക് തരണേ ദൈവമേ. ക്ലാസ്സിൽ പുറത്താക്കിയതുകൊണ്ട് വിക്കിയും തേജു നേരെ ക്യാൻറ്റീനിലേക്ക് വന്നു. തേജുവിന് അപ്പോഴും അവനോട് ദേഷ്യമുണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ലാബിൽ കയറി ഒരു പരീക്ഷണം. ടീച്ചർ പറഞ്ഞതനുസരിച്ച് നല്ല കുട്ടിയായി ചെയ്ത് അതിന്റെ ഫലം കാണേണ്ട വക്കത്തെത്തിയപ്പോഴേക്കും വിക്കി എല്ലാം കൊളാക്കി. ഡേ മതി, നിന്റെ മുഖം ഇങ്ങനെ കോഞ്ഞാട്ടേക്ക് വെച്ച് ഒന്ന് പോടാ. മനുഷ്യൻ ആദ്യമായിട്ട് നന്നാവെന്ന് പറഞ്ഞിരിക്കുമ്പോഴാ അവന്റെ ഒരു ഓഞ്ഞ ചിരി. വെറുതെ അല്ല, നീ നന്നാവാൻ തീരുമാനിച്ചതേ ദൈവത്തിന് പോലും സഹിക്കില്ല. അതാ ഇങ്ങനെ. അവൾ മുഖം തിരിച്ചിരുന്നു. മതി മതി, ഓവർ റിയാക്ഷൻ ഒന്നും വേണ്ട. വാ, നമുക്ക് ചായ പോയി വാങ്ങിയിട്ട് വരാം. അവൻ അവളെ പിടിച്ചു വലിച്ച് ക്യാൻറ്റീൻ്റെ മുന്നിൽ കൊണ്ടുപോയി. ചായ ആവുന്നവരെ രണ്ടും കൂടി അവിടെയുള്ള കണ്ണാടിക്കൂണ്ടിൽ വെച്ച പലഹാരങ്ങളൊക്കെ നോക്കി വെള്ളമിറക്കിക്കൊണ്ട് നിന്നു. പെട്ടെന്നായിരുന്നു ഹർഷനും പിള്ളേരും കൂടി മുകളിലത്തെ സ്റ്റോർ റൂമിലേക്ക് പോണത് കണ്ടത്. എന്തായാലും മൂക്ക് നല്ല സമ്മാനം കിട്ടിയ സ്ഥിതിക്ക് അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അവൾ അവരുടെ പിന്നാലെ പോയി. ഈ സംഭവം വിക്കി അറിഞ്ഞിട്ടില്ല. അവൻ അവിടെ അടുത്തുണ്ടെന്നും പറഞ്ഞ് എന്തൊക്കെയോ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ട് നിന്നു. അപ്പോഴായിരുന്നു അബി അവൻ്റെ അടുത്തേക്ക് വന്നത്. പുള്ളിക്കാരി 100 രൂപയ്ക്ക് ചേഞ്ച് വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. വിക്കിയുടെ സൗണ്ട് കേട്ടാണ് അവൾ അവനെ നോക്കിയത്. ഒറ്റയ്ക്ക് സംസാരിക്കുന്ന അവനെ കണ്ടതും അവൾക്ക് ചിരി വന്നു. ഡി തേജു, ഒരു ഉഴുന്നുവട കൂടി പറഞ്ഞാലോ? അതും പറഞ്ഞ് അവൻ അടുത്തിരിക്കുന്ന അബിയുടെ തോളിൽ കൈവച്ച് താങ്ങി നിന്നു. അവൾക്ക് അപ്പോൾ തന്നെ മാറണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഉൾമനസ് അവൻ്റെ അടുത്ത് നിൽക്കാൻ അവളെ പ്രേരിപ്പിച്ചു. ഡി, നിന്റെ ദേഷ്യനി മാറിയില്ലേ? വീണ്ടും മൗനം. അവൾ ചിരി അടക്കി പിടിച്ചു നിന്നു. എന്താടി, നിന്റെ നാവറങ്ങിപ്പോയോ? അവൻ കത്തിയലറിക്കൊണ്ട് പറഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ആള് മാറിയ കാര്യം. അവൻ പെട്ടെന്ന് കൈയെടുത്തു. ഓഹ് സോറി, ഞാൻ അറിയാതെ, ഐ എം റിയലി സോറി. അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഏത് നിമിഷവും അവളുടെ വായിൽ നിന്നും പൂരത്തെറിക്കേക്കുന്നു അവൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സംഭവിച്ച വേറെയാണ്. അവൾ അവനെ നോക്കി ഒരു നാണച്ചിരി ഇരിച്ചുകൊണ്ട് അവിടുന്ന് പോയി. ഇതെന്ത് പറയുമായോ? സാധാരണ പുച്ഛത്തോടെയാണല്ലോ നോക്കാറുള്ളത്. ഇപ്പം ഇതെന്ത് പറ്റി? ഇനി ഞാൻ കണ്ടതെങ്ങനെ സ്വപ്നമാണോ? അവൻ സ്വയം കയ്യിൽ പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ സത്യമാണോ? ദൈവമേ! അവൻ മാനത്ത് നോക്കി ഫ്ലൈയിങ് കിസ് കൊടുത്തോണ്ട് പറഞ്ഞു. ഈ സമയം ലാബിൽ നിന്ന് ഇറങ്ങി വരികയും തനു. പെട്ടെന്ന് ഇന്ദ്രൻ അവളെ പിടിച്ചു വലിച്ച് സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ആ മറവിൽ നിർത്തി. എന്തേ? ഞാൻ ചുമ്മാ. എന്താ ഉദ്ദേശം എന്നൊക്കെ മനസ്സിലായി. പക്ഷേ ഇപ്പൊ ഈ സ്ഥലം അതിന് ചേർന്നല്ല മിസ്റ്റർ. ഓ, അപ്പൊ സ്ഥലം ഓക്കെ ആണെങ്കിൽ നിനക്ക് ഓക്കെ ആണോ? ഓക്കെ. എന്നാ വാ. അവനോട് കൈ പിടിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങി. തുടരും.